നൂലിൽ കെട്ടിയിറക്കിയ ഒരാളും ഇത്തവണ സ്ഥാനാർത്ഥിയാവില്ല എന്ന് ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാസ്റ്റർ. ജയസാധ്യതയുള്ള ആളുകളെ കുറിച്ച് പാർട്ടി പഠിച്ചു വരികയാണെന്നും ഹമീദ് മാസ്റ്റർ തിരൂർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച കേഡേഴ്സ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉറക്കമില്ലാതെ വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന ധാരാളം പ്രവർത്തകന്മാർ നമ്മളൊക്കെ പഞ്ചായത്തിലുണ്ട്. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കും. പക്ഷെ അതിൽ നിന്ന് കണക്കെടുത്താൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ, ഞാൻ അതാ പറയുന്നത്, ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ അവരെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കേണ്ടത്. മുസ്ലിം ലീഗ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് തരക്കെടില്ല, അത് കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. പൊതുരംഗത്തും സാമൂഹ്യ പ്രവർത്തന രംഗത്തൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയത്തക്ക തരത്തിലേക്ക് നമ്മൾ ഉയർത്തുന്ന നിലവാരത്തിലേക്ക് ചിന്തിക്കണം. ഞാൻ പറഞ്ഞ ഒരുപാടാണ് കേട്ടോ, ഞാനത് മറച്ചു വെച്ചുകൊണ്ടല്ല. അവിടെയാണ് നമ്മുടെ സംഘടനയോട് സ്നേഹം നമ്മൾ കാണിക്കേണ്ടത്. അതിൽ പ്രാപ്തരായ ഒരാളായിരിക്കണം നമ്മുടെ സ്ഥാനാർത്ഥി. നമ്മളിൽ നിന്ന് കെട്ടി നോക്കി ഒരു സ്ഥാനാർത്ഥി ഒരു സ്ഥലത്തേക്ക് പ്രാവശ്യം ഇറങ്ങില്ല. ഞാൻ തുറന്നു പറയണം, അടിച്ചേൽപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരുടെയും താല്പര്യത്തിന് വേണ്ടി ആരെയും മൂന്നോ ആൾക്കാരെ പിടിച്ചില്ല. ഏതെങ്കിലും തരത്തിൽ സ്ഥാനാർത്ഥി കുപ്പായം ഇടാൻ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ മൂല്യങ്ങളുടെ മനസ്സിൽ വെച്ചാണ്. വളരെ കൃത്യമായിട്ടുള്ള പരിശോധനയും അന്വേഷണവും ഡിപ്രഷൻ നടക്കും. ഇപ്പൊ തന്നെ ഞാൻ കൂടെ പറയാം, നിലവിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് മത്സരിച്ച് ജയിച്ച് ഇപ്പൊ പ്രവർത്തന രംഗത്തുള്ള നമ്മുടെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെർഫോമൻസ് ജില്ലാ കമ്മിറ്റി ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ 5 കൊല്ലക്കാലത്ത് അവരുടെ പ്രവർത്തനം, അതിന്റെ അന്വേഷണം ആരംഭിച്ചു. അവരുടെ പെർഫോമൻസ് നമ്മൾ വാച്ച് ചെയ്യും. 5 കൊല്ലം വളരെ കൃത്യതയോടുകൂടി ഒരു ജനപ്രതിനിധി, ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലക്ക്, ഒരു പ്രസിഡന്റ് എന്നുള്ള നിലക്ക്, ഒരു ബ്ലോക്ക് മെമ്പർ എന്നുള്ള നിലയ്ക്ക്, ഒരു ചെയർമാൻ എന്ന നിലക്ക്, അല്ലെങ്കിൽ കൗൺസിലർ എന്ന നിലയ്ക്ക് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അവർക്ക് താല്പര്യം കാണിച്ചിട്ടുണ്ടോ? പാർട്ടിയുടെ കൂടെ വന്നിട്ടുണ്ടോ? പാർട്ടിയുടെ കൂടി കേട്ടിട്ടുണ്ടോ? വികസന പ്രവർത്തന രംഗത്തൊക്കെ ഇവിടെ താല്പര്യപൂർവ്വം ജനങ്ങളെ ഒരുമിച്ച് നിർത്തി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കാൻ വേണ്ടി ഇപ്രാവശ്യം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാവും. ഞാനത് പറയുന്നത് ഇതൊരു സാധാരണ നടപ്പല്ല. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ.